അത് ഇല്ലായിരുന്നുവെങ്കിൽ സന്തോഷിക്കാമായിരുന്നു. ഇടുങ്ങിയ ജീവിതമില്ലായിരുന്നുവെങ്കിൽ കൺകുളിർമയാകുമായിരുന്നു. പക്ഷെ രണ്ടും സംഭവിക്കൂല എന്ന് പറഞ്ഞ് കരഞ്ഞൊരു പണ്ഡിതൻ. അതെ, ഇബ്നു മുത്തിഅ റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. ഒരു ദിവസം തൻ്റെ വീടിൻ്റെ ഭംഗിയിലേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് റബ്ബിൻ്റെ ഓർമ്മ വന്നു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മരണമില്ലായിരുന്നുവെങ്കിൽ ലകുന്തു ബിക മസ്റൂറ, നിന്നെ കൊണ്ട് സന്തോഷിക്കാമായിരുന്നു. അത് വകുപ്പില്ല. ഇടുങ്ങിയ ഖബറിലേക്ക് മടക്കമില്ലായിരുന്നുവെങ്കിൽ ലഖറത്ത് ബിദ്ദുന്യ അയ്യുന, ഐഹിക ജീവിതത്തെ കണ്ട് കൺകുളിർമയാകുമായിരുന്നു. അതും സംഭവിക്കൂല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു മഹാപണ്ഡിതൻ. ഒരുപാട് പാഠമുണ്ട്. ഐഹിക ജീവിതം, മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട് തുടങ്ങിയതൊക്കെ എന്തിനാണ്? വേണ്ട എന്നല്ല, ആവശ്യത്തിന് വേണം. അത് അമിതമാകുമ്പോഴേക്ക് ഖബർ മറക്കും, ജീവിതം ആസ്വദിക്കാൻ തോന്നും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്തകളെ മാറ്റി ഇലാഹിയായ ചിന്ത നമുക്കുണ്ടാകാൻ ഈ റമദാൻ അതിന് സഹായമായി മാറും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.